നമ്മളെ വിശ്വസിച്ച ഒരു പെൺകുട്ടി നമ്മുടെ കുടുംബത്തോട്ട് വരുന്നു. അപ്പൊ അവളെല്ലാം ഏറ്റവും ഇഷ്ടം ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ നോക്കണം. നമുക്കൊരു കുറവില്ലാതെ നമ്മൾ നോക്കും. അതെ, നമ്മളെ പുതിയ കാറിന്റെ ഒരു റിബൺ പോലും അഴിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. അതെങ്ങനെ ഇട്ടാ? ചരടീന്ന് ഡയറക്റ്റ് ഇട്ടിട്ട് നിന്റെ ബുദ്ധി വിമാനം തന്നെ നീ. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഇൻട്രോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. മൃദുലയും കൊച്ചൊക്കെ മേളിൽ കിടന്ന് ഉറക്കമാണ്. അപ്പോൾ ഇന്ന് നമ്മളെ വണ്ടി നമ്മൾ പൂജിക്കാൻ വേണ്ടി പോവുകയാണ്. യെസ്, നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയ ഒരു അംഗം കൂടി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൃദുല ഇന്ന് താലി അത് മാലയ്ക്കകത്ത് ഇടുന്ന ആ ഒരു ഡേ ആണ് ഇന്ന്. കറക്റ്റ് കല്യാണം കഴിഞ്ഞ് 7 ദിവസം എന്തോ ആകുമ്പോഴാണ് അതിങ്ങനെ മാറ്റിയിടുന്നത്. അപ്പോൾ നേരെ ഇന്ന് അമ്പലത്തിൽ പോകണം, വണ്ടി പൂജിക്കണം. പിന്നെ അവളുടെ ആ ഒരു ക്ഷേത്രത്തിൽ വെച്ച് തന്നെ എന്തോ ഈ മാല ഇങ്ങനെ മാറ്റിയൊക്കെ ഇടണം, അങ്ങനെയൊക്കെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ലെറ്റ്സ് ഗോ. അപ്പം ഞാൻ എൻ്റെ കാപ്പി ഇടാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഭാര്യയ്ക്ക് നമുക്ക് അങ്ങോട്ടും കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കാം. കാപ്പിയൊക്കെ ഇടും. അപ്പം ഞാൻ കാപ്പിക്ക് വെള്ളമൊക്കെ അടുപ്പി വെച്ചിട്ടുണ്ട്. നാരങ്ങ നാരങ്ങ ഇടാം കേട്ടോ. അവർക്ക് ഡയറ്റ് സംഭവം വെയിറ്റ് ലോസ് ചെയ്യുന്നതുകൊണ്ട് ലെമൺ ടീ ഗൈസ്, ലെമൺ ടീ കൊടുക്കാം. അപ്പൊ എനിക്ക് നോർമൽ ടീ, അവർക്ക് ലെമൺ ടീ, നോർമൽ ടീ. നമുക്ക് ഏത് ടീ അത് ശരിയാ. വണ്ണം കുറഞ്ഞ ഡാൻസ് കളിക്കാൻ പറ്റും. അവിടെ വണ്ണം കൂടുന്നുണ്ട്, ഇച്ചിരി വെയിറ്റ് ഇപ്പൊ കൂടി. ഇപ്പൊ കല്യാണമൊക്കെ ആയിട്ട് നമ്മൾ വാരി വരിച്ച് മധുരവും ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമ്മൾ കറക്റ്റ് നോക്കിയൊക്കെ വേണം കേട്ടോ. എനിക്ക് ആഗ്രഹം കാണത്തില്ല കൊണ്ട് കാപ്പി കുറച്ചിട്ട് അത് അറിയോ? എനിക്ക് അറിയാം. ഞാൻ കട്ടെടുത്തില്ല, പണ്ടെടുത്തില്ലായിരുന്നു. മിക്കവാറും അമ്മയെടുത്താ പറയാറ്, അമ്മ കട്ട വേണോന്ന്. നമ്മുടെ വീട്ടിലോട്ട് ഒരാളും കൂടി വന്നതല്ലേ, അപ്പം അവളെ കാര്യങ്ങൾ ഞാനും കൂടി അല്ലേ നോക്കണ്ടത് അല്ലേ. മതി തേയില, അവളിനി ജീവിതത്തിൽ ഇനി ഇടല്ലേ ഏട്ടാന്ന് പറയും. ഉള്ള കടുപ്പ്. പഞ്ചാര അമ്മ ഇങ്ങനെ കുപ്പിക്കകത്ത് ആക്കിയിടുന്നത് അതെന്തുകൊണ്ട് അമ്മ അങ്ങനെ? പഞ്ചസാര പ്ലാസ്റ്റിക്കിൽ ഇട്ടൂടാ. അതെ, നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും പഞ്ചസാര എടുത്ത് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ മുമ്പ് എടുത്ത് ഇങ്ങനത്തെ കുപ്പി ഗ്ലാസ് ഇടുക. പഞ്ചാര ഒന്നാമതേ കെമിക്കലാ, നമ്മൾ അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് ഇട്ട് കഴിച്ചുകൂടാ. ആരെ ഇട്ടിരിക്കുക? ഫ്രിഡ്ജ് ഉണ്ടോന്ന് നോക്ക്, ഉണ്ടോ എന്തോ. എന്റെ മൃദുലയുടെ ഏറ്റവും വലിയ ചേർച്ചയില്ലായ്മ എന്താണെന്നറിയോ? അവക്ക് തണുപ്പ് പറ്റത്തില്ല. ഫാനൊന്നും ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റത്തുമില്ല. അതുകൊണ്ട് അവളെ കിടക്കാൻ നേരത്ത് അവളെ മൂലയില് കിടക്കുന്നത്. നമ്മൾ കട്ടിലിന്റെ അതായത് ആ AC കിട്ടാത്ത സ്ഥലത്ത് അവള് കിടക്കും, ഞാൻ ഇങ്ങോട്ട് കിടക്കും. ഒരു കാര്യം അത്രയും ബുദ്ധിമുട്ടിട്ട് അവളെ കൊണ്ട് എന്റെ അടുത്ത് കിടത്ത്. അവള് കട്ടിലിന്റെ അറ്റത്തോട് നീക്കി കിടത്തുന്നവര് അവളെ കൊണ്ട് എന്റെ അടുത്ത് കിടത്ത്. കുടുംബസ്ഥനായി എന്റെ മോൻ, എനിക്ക് സന്തോഷം, അഭിമാനിക്കുക. വരുന്ന പെൺകൊച്ചുങ്ങളൊക്കെ നല്ലോണം നോക്കുന്നു. നമ്മളെ വിശ്വസിച്ച ഒരു പെൺകുട്ടി നമ്മുടെ കുടുംബത്തോട്ട് വരുന്നു. അപ്പൊ അവളെല്ലാം ഏറ്റവും ഇഷ്ടം ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ നോക്കണം. നമുക്കൊരു കുറവില്ലാതെ നമ്മൾ നോക്കും. അവളെ വീട് എങ്ങനാണോ അതേപോലെ ആയിരിക്കണം, ഫുൾ സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കണം നമുക്ക് ഈ വീട്ടില്. അമ്മയ്ക്ക് കാപ്പ് ഒഴിക്കണമായിരുന്നു. എനിക്ക് വേണ്ട, എനിക്ക് ചായ മതി, ഞാൻ ചായ ഇട്ടോളാം. രണ്ടുപേരും കൊച്ചു ഉറക്കം, മൃദുല ഉറക്കമാണ്. കണ്ട ഞാൻ പറഞ്ഞില്ലേ അവിടെ മൂടി പൊതിച്ചേ കിടന്നുറങ്ങും. ഈ കണ്ട തണുപ്പ് സഹിക്കത്തില്ല. ഗുഡ് മോർണിംഗ്. എണീര്. കണ്ട നീ രണ്ട് മാന്തലൊക്കെ മാന്തി അവിടെ ഇടിക്കും. അതായത് വെയിറ്റ് ലോസ് ഉള്ളതുകൊണ്ട് ഞാൻ ലെമണൊക്കെ ഇട്ടുണ്ടാക്കിയത്. ലെമൺ ടീ കൊള്ളാമോ? മതി കുടിച്ചത്, മതി നീ കുടിച്ചത്. എല്ലാം തരൂല. എന്തോ ഒരു ചോയാണ് എനിക്ക് പിന്നടിച്ച് ഇപ്പോൾ നമ്മള് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടി പോവാണ്. എന്റേത് ഈ
ചുരിദാറെല്ലാം ഇനി നമുക്ക് കുറച്ച് എടുക്കണം. പിന്നെ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന കുറേ ഇരിപ്പുണ്ട്, അതെല്ലാം പോയി എടുക്കണം. ഏട്ടന് അടിപൊളിയായിട്ട് ചേരുമായിരിക്കില്ലേ ഈ ഒരു കളറ് ഷർട്ടും. എനിക്കിത് ഉടുത്തൊന്ന് കാണണം. സാധാരണ ഏട്ടന് മുണ്ട് കൊടുക്കാൻ ഇത്തിരി ഇരിക്കൂലല്ലേ? കല്യാണത്തിന് ഞാൻ മറ്റേ സ്റ്റിക്കർ വെച്ചിട്ട് പറ്റിച്ചു ഗൈസ്, എന്നെ പറ്റിച്ചു. സ്റ്റിക്കർ ആയിരുന്നോ? പിന്നെ അല്ല, കൊച്ചിന് സ്റ്റിക്കർ ആയിരുന്നു, എനിക്ക് സ്റ്റിക്കർ ആയിരുന്നു. വരക്കടി വരക്കി വരക്കി. ഇപ്പോൾ ഞാനും റെഡിയായി സുഹൃത്തുക്കളെ. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. നമ്മളുടെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങി സുഹൃത്തുക്കളെ. കൊച്ചു താഴെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആദ്യം പാൻ്റെ എടുത്തിട്ടതാ, പിന്നെ കൊണ്ടെടുക്കാൻ സാരി ഉടുക്കാൻ വൈ ഗൈസ്, ടൈമും ഇല്ല. അമ്മ സാരി എടുക്കണോ? അയ്യോ അമ്മ സാരി എടുക്കണം. ഇപ്പോഴത്തെ കൊടുത്താ വലിച്ചു വലിച്ച് അമ്മ കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ പിന്നെ സാരി ഒരു വഴിക്ക്, അമ്മ ഒരു വഴിക്ക്. എന്തോ എനിക്ക് സാരി കല്യാണത്തിനൊന്നും ഞാൻ സാരി പിടിച്ചതേ ഇല്ല. അത് നല്ലോണം സാരി ഉടുത്താലും ഇട്ട് പിടിക്കും, പിടിച്ചു പിടിച്ചാൽ താഴിക്കും. എവള് നല്ലോണം അമ്മക്ക് സാരി ഉടുത്തു കൊടുക്കേ. പുതിയ കാറിന്റെ ഒരു റിബൺ പോലും അഴിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ അഴുക്കായി കേട്ടോ. ഇത് നമ്മൾ അന്ന് പൂവ് അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തപ്പം അതിൻ്റെ ആ ഒരു എയർ പിടിച്ചതിൻ്റെ ആ ഒരു അച്ചാണിത്. ആ വണ്ടി ഒന്ന് സർവീസിന് ചെയ്യണം. പിന്നെ നമുക്ക് വണ്ടി TP ചെയ്യണം. ഇപ്പം നമ്പർ കിട്ടിയിട്ടില്ല. നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഉടനെ ആ നമ്പർ കിട്ടുമായിരിക്കും. വണ്ടി എന്ന് പറയുന്നത് എർട്ടിക്ക ഓട്ടോമാറ്റിക് VXI ആണ്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ കൊച്ചു പിന്നെ നമ്മൾ ഇടാം അല്ലേ. സീറ്റ് കവറും അതുപോലെ തന്നെ സിസ്റ്റം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയുണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടി വണ്ടിയുടെ ഫുള്ളൊരു വാക്ക് അറൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഇൻറ്റീരിയറും എല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നാട്ടെ കൊച്ചുകൂടെ റിബൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൃദുല എങ്ങനെയുണ്ട് വണ്ടി? പഠിക്കണ്ടേ? ഡ്രൈവിംഗ് പഠിക്കണ്ടേ? ഒരുപാട് കുലുങ്ങൂല, നമ്മൾ എങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ഇരിക്കുക. കൊച്ചു പറയുക ഒരുപാട് കുലുക്ക ഫീൽ ചെയ്യൂല ഇതില് ഇല്ലേ? ഞാൻ പറഞ്ഞത് എങ്ങനെയാന്ന് മനസ്സിലായോ? പറഞ്ഞുകൂടെ എങ്ങനെയാന്ന്? അവൾ ഉദ്ദേശിച്ച ആ ഒരു കംഫർട്ട് ആയിരിക്കും ഉദ്ദേശിച്ചത്. ഡ്രൈവിംഗ് പഠിക്കണ്ടേ? പഠിക്കണം. ഇനി മൃദുലയ്ക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് അവളെ കൊണ്ട് ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? അവളെ കൊണ്ട് എന്നാൽ ലൈസൻസ് നമുക്ക് എടുപ്പിക്കണം, വണ്ടി ഓട്ടിപ്പിക്കണം ഗൈസ്. പിന്നെ അതാണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് മൊത്തം കണ്ട ഒരു സൈഡിൽ നിന്ന് ഇപ്പം ആ മേക്കപ്പ് ഒക്കെ ചെയ്തതിന്റെ സേവ് ദ ഡേറ്റ് തൊട്ട് ഇങ്ങോട്ട് മേക്കപ്പ് ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്ട് ഇതാണ്ട് ഇവക്ക് ഇപ്പം കിട്ടി തുടങ്ങി. അതാണ്ട് ഫുൾ കുരുവായി സുഹൃത്തുക്കളെ. പണ്ട് ഞാൻ പറയായിരുന്നു മുഖത്തൊന്നും ഒരു കുരുവില്ലല്ലോ, ഇപ്പൊ സന്തോഷമായി. തീർന്ന് 2 ദിവസം അമ്മ കുറച്ച് ചില്ലറ തന്നെ കൂടെ BSNL ഒരു സിം കൂടെ ദൈവത്തിന് ഫോണിലിട്ട് വിളിക്കാൻ. അപ്പൊ നമ്മൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ചാവി പൂജിക്കണം കേട്ടോ വണ്ടിയുടെ. സൂക്ഷിച്ച് പൊട്ടിക്കണം, നമുക്ക് ലൈസൻസ് ഒക്കെ എടുക്കണം. ഐശ്വര്യമായിട്ടാണ്. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ചാവി പൂജിച്ചു. പിന്നെ എവിടെ താലി മാലിന് മാറ്റി എന്തുകൊണ്ടേ വീട്ടിൽ ചെന്നിട്ട് മാറ്റിയിടണം കേട്ടോ. അമ്പലത്തിൽ പോയാൽ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ, മസാല ദോശ കഴിക്കാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മസാല ദോശ മസ്റ്റാ, രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും. അതെ അതെ അതെ. മസാല ദോശ സെൻട്രൽ പോർഷൻ എടുക്കുന്നത്.
ചൂട് 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 ചൂട്. മഞ്ഞ ചട്ടി നോക്കാം. മസാല ദോശ ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് മസാല ദോശ നമ്മുടെ വെഞ്ഞാറമ്മൂടുള്ള ബീട്രൂട്ട് മസാല ദോശ. ഇന്ത്യൻ കോഫി ഹൗസില്ല, വെഞ്ഞാറമ്മൂടുള്ള ഉള്ളി സാധനമാണ്, വീട്ടിൽ സാധനം കഴിച്ചിട്ടിറങ്ങി. മുറുവിൻ്റെ വെയിറ്റ് നോക്കാം കേട്ടോ. പൈസ ഇട 4. നേരത്തെ എത്ര ഉണ്ടായിരുന്നു? 63. 1 കിലോ കൂടി. 73. ഒരു മാറ്റമില്ല. 66. എനിക്ക് മാറ്റവും ഇല്ല. അമ്മയ്ക്ക് കൂടി കാണും ഇപ്പൊ വെയിറ്റ്. 68 കൂടി. ഞാൻ പറഞ്ഞില്ലേ എന്നെക്കാളും 4 കിലോ ഉള്ളൂ. കല്യാണത്തിന് വന്ന ബാക്കിയെല്ലാം തിന്നത് അമ്മയാ. എനിക്ക് അന്നും ഒന്നും ഒരു വ്യത്യാസമില്ല, കൂടുന്നുമില്ല കുറയുന്നുമില്ല. അച്ഛന് നമ്മൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക് അങ്ങോട്ട് സെറ്റ് ആവത്തില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഓടിക്കാത്തത് കേട്ടോ. പ്രവീണിന് മാനുവലിനെ കാട്ടി ഇഷ്ടം എനിക്ക് ഓട്ടോമാറ്റിക്കാണ്. ഈ ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ളവർക്കാണ് ഈ മാനുവൽ ഭയങ്കര ഇഷ്ടം. അച്ഛനും മാനുവലാണ് ഇഷ്ടം. ഇതാണ് എളുപ്പം. ട്രാഫിക്കിലൊക്കെ ആയിക്കോട്ടെ, നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ഇത് ഇവര് പറയുന്ന രീതിക്ക് നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു ഇഷ്ടം നടക്കത്തില്ല, അതാണ് വിഷയം. അപ്പം നമ്മളിത് വീട്ടിലെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, മൃദുലയുടെ ചരടിയിൽ നിന്ന് മാറ്റി നമ്മൾ നേരെ ഈ മാലയിലോട്ട് താഴെ. ഇപ്പൊ എത്ര മാല കിടക്കുന്ന? 3 എണ്ണോ? അതാണ്. ഇതിപ്പോ ഒന്നാക്കാൻ പോവാ. അതെ അതെ അതെ. ഇത് ഊരട്ടാ. നമ്മ ഇത് 7 ദിവസം കഴിയുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഏട്ടനെ തന്നില്ല, അമ്മയുടെ കൊടുക്കാം. ഈ ചെറിയ മാലക്കകത്ത് ഇടാനല്ലേ? ഡേറ്റ് ഒക്കെ ഉണ്ടോ ഇതിനകത്ത്? കേട്ടോ 25/1/2024. ഇനി ഏട്ടനടുത്ത് ഞാൻ വെഡിങ് ആനിവേഴ്സറി എന്നാ ചോദിക്കുമ്പോ അപ്പോഴേ താലി താലി മറച്ചു വെച്ചിട്ട് ഞാൻ ചോദിക്കത്തുള്ളൂ. അതെങ്ങനെ ഇട്ടാ? ചരടിന്ന് ഡയറക്റ്റ് ഇട്ടിട്ടാ. ചരടിന്ന് ഡയറക്റ്റ് ഇട്ടിട്ട്. നിന്റെ ബുദ്ധി വിമാനം തന്നെ. നീ ഒത്തില്ല, പക്ഷെ അത് തിരിഞ്ഞു പോയി. ആ കൊളുത്ത് വളച്ചിട്ടൊക്കെ ഇട്ട്. ഇനി ആ ചരട് എങ്ങനെ എടുക്കും? ചരട് അഴിച്ചെടുക്കും. ആദ്യം ഇത് മുറുക്കട്ടെ. ഓ, അഴിച്ചെടുത്തില്ല, അല്ലാതെ തന്നെ ഇട്ട്. ഓ, നിന്റെ ബുദ്ധി. അതൊക്കെ എവിടെ കൊണ്ട് വെച്ചിരുന്ന്? നമ്മളെ സർട്ടിഫിക്കറ്റ് കാണിക്കണമെങ്കിൽ എവിടെ സർട്ടിഫിക്കറ്റ് വെച്ച് ആ ശരിയാ, സർട്ടിഫിക്കറ്റ് കാണിക്കണേ. ക്വാളിഫിക്കേഷൻ എവിടെ പഠിക്കാൻ എങ്ങനെയായിരുന്നു നമുക്ക് കാണിക്കാം. മാർക്കൊക്കെ നോക്കാം. എല്ലാം വെച്ച് നമുക്ക് വീഡിയോ ഇറക്കാം. ഞാനേ വീട്ടിൽ പോയിട്ട് വരുമ്പോ ഇനി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തോണ്ട് വരാം. അല്ല, എടുത്തിട്ട് +1 10. അച്ഛൻ വന്ന് കൈസ്, അച്ഛൻ വന്ന്. അച്ഛൻ വരുന്നുണ്ട്. എടാ ക്ലാപ്പാ പോടാ. അഴിച്ച് ഇപ്പഴാടി എന്ത് ഭംഗിയാടി കാണാല്ലേ. അതാ, മറ്റേത് ഭയങ്കര ഓവറായിരുന്നു. ഇപ്പഴാണ് കറക്റ്റ്. പക്ഷെ താലി അത്യാവശ്യം വലുതാട്ടോ. നല്ല വലുതാ. എനിക്ക് വലിയ താലിയാ. മനസ്സിലായി, നല്ല വലിയ താലിയാണ് കേസ്. ഇത് താലിയുടെ ഇത് കുറച്ചേ കനമുള്ള മാലയാണ് ഇതിന് നല്ലത്. ഇതിപ്പോ ചെറിയ മാല കിടക്കുമ്പോ എന്തിനാണ് തോന്നുന്നത്. നമുക്ക് ഇത്രയും വലിയ മാല മേടിച്ചോറാ പോയി. ഇനി മേടിക്കണോ? ഈ മാലയുടെ കൂടെ കുഞ്ഞുതാലിയായിരുന്നു നല്ലത്. എനിക്ക് കുഴപ്പമില്ല, കൊള്ളാം. അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് സോ ബിസി. വണ്ടി പൂജിച്ച് താക്കോല് പൂജിച്ച് മാറ്റി മാല താലി വെച്ച് മാറ്റി. നീ ഇത് റിസൈൻ ആയിട്ട് ചെയ്യാൻ കൊടുക്കണം. റിസർവ് ചെയ്യണം നമുക്ക്. ഇപ്പൊ താലി വലിയതായില്ലേ. അച്ഛന് മസാല ദോശ ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഹാപ്പി ആയിട്ട് നമ്മളിത് ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇന്നെന്തോ അമ്പലത്തിലൊക്കെ പോയപ്പോൾ ഭയങ്കര ഒരു സമാധാനം, സന്തോഷം. വണ്ടിയൊക്കെ പൂജിച്ചു. പിന്നെ അവളെ താലി സിന്ദൂരം നമ്മൾ ശിവന്റെ പാർവതിയുടെ മുമ്പിൽ സിന്ദൂരം ഇട്ടു. അപ്പം അതൊക്കെ കൊണ്ട് വളരെ സന്തോഷം, ഭയങ്കര ഒരു പീസ് ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. ഈ കുഞ്ഞു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണ സുഹൃത്തുക്കളെ. അച്ഛൻ്റെ ലാസ്റ്റാണ് വന്നത്, ജോലി ഉണ്ടായിരുന്നു, തിരക്കായിരുന്നു. അപ്പം ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പം ഇനിയുള്ള ബ്രെഡ് വീഡിയോ കാണുന്നവരെ bye. ഇത് കൊള്ളാം.